ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ ഭഗവാൻ, ശിവദാസനെ സേഫായി ജയിലിൽ എത്തിച്ചില്ലെങ്കിൽ നിന്റെ കാര്യം പോക്ക. എനിക്കൊരു മറുപടി തരാനില്ല. അത്രയും നെറികെട്ടവളായിട്ട് ജീവിക്കാൻ ഞാൻ ഈ വീട്ടിലെ ജോലിക്കാരിയല്ല. സ്വന്തം കുറ്റം ശരിയാണെന്ന് സ്ഥാപിക്കാൻ മറ്റുള്ളവരെ പഴി ചാരരുത്. നിങ്ങൾ എന്താണെന്ന് വെച്ചാ ആയിക്കോ, മറ്റുള്ളവരെ കൂടി അതിലേക്ക് പിടിച്ചിടരുത്. അപേക്ഷ. നീ ഇപ്പൊ പറഞ്ഞതിൽ ഒരു സംശയവും എനിക്കില്ല. ഞാൻ പറയുന്നത് അതൊന്നുമല്ല, അത് നിനക്കും അറിയാം. ഞാൻ കൂടുതലൊന്നും ചോദിക്കാതിരിക്കാനും നിനക്ക് രക്ഷപ്പെടാനും വേണ്ടി നീ എന്നെ ഒരു സംശയരോഗിയാക്കി മാറ്റുക. നീയും അവനും ചേർന്ന് പല ജീവിതങ്ങളും ഇല്ലാതാക്കുന്നുണ്ട്. നിങ്ങൾ രഹസ്യമായിട്ട് ചെയ്യുന്ന പലതും ഞാൻ അറിയുന്നുണ്ട്. പണത്തിന് മുൻതൂക്കം കൊടുത്ത് മറ്റുള്ളവരുടെ കണ്ണീര് വെച്ചുള്ള നിങ്ങളുടെ ഈ കളി അവസാനിപ്പിച്ചോണം. ഞാൻ കണ്ണടച്ചു എന്ന് കരുതി എന്തും ചെയ്യാമെന്ന് കരുതരുത്. കൂടുതൽ അഹങ്കാരം കൊണ്ട് വന്നാ ഇവിടെ പിടിച്ച് പൂട്ടിയിടും ഞാൻ. നിന്റെ ബിസിനസ് കോപ്പമൊക്കെ അതോടെ തീരും, പറഞ്ഞേക്കാം. എന്താ സാറേ? ഒന്നുമില്ല. ഒരു 2-3 പേര് കൂടി വരാനുണ്ട്. അവരിപ്പോ വരും. അവരോട് വന്നിട്ട് നമുക്ക് പോവാം. ആഹാ, അവരെത്തിയല്ലോ സാർ. ഈ റോഡ് നേരെ പോയാൽ എവിടെ എത്തും സാറേ? നമുക്ക് ജയിലിലേക്കല്ലേ പോകണ്ടേ? അല്ല, ഡെസ്റ്റിനേഷൻ ഞാൻ പറയാം. ചെറുതായിട്ടൊന്ന് റൂട്ട് മാറ്റി പിടിക്കണം. താൻ ആ മുഖത്തേക്കൊന്ന് നോക്കിക്കേ, എന്തൊരു നിഷ്കളങ്കത. ഇയാളെ ജയിലിൽ കൊണ്ടിടാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. പാവം. അതുകൊണ്ടേ നമുക്ക് ഇയാളെ കൊന്നുകളെ. ഇന്നലെ സംഭവം ചെറുതായിട്ടൊന്ന് പാളി. ഇന്നതുണ്ടാവരുത്. ഇന്ന് നിന്നെ രക്ഷിക്കാൻ ഏത് പത്രക്കാര് വരുമെന്ന് അറിയണമല്ലോ. സാറേ, ഞാൻ ഇപ്പോഴും സത്യമായിട്ട് പറയുന്നു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ആരെയും കൊന്നിട്ടില്ല. അയ്യോ സാറേ. താൻ ചെയ്തോ ഇല്ലയോ എന്നൊക്കെ രണ്ടാമത്തെ കാര്യം. ഈ രമാദേവി, ഭദ്രൻ, ഇവരൊക്കെ വലിയ വലിയ ആളുകളല്ലേ ശിവദാസ. അവരോടൊപ്പം മത്സരിക്കാൻ തന്നെ കൊണ്ട് പറ്റൂ? എല്ലാം കർമ്മദോഷം. കേറോ സാർ. വണ്ടിയെടുക്ക്. അതെ, ആന പിടിച്ചിങ് ഇറക്ക്. സാർ, ഇവിടെ ഇറങ്ങുക. ഇറങ്ങ, കൊണ്ടുപോ. നടക്ക. സാറേ, വായോണ്ട് സാറേ, കേറ്. സാറേ, സാറേ, എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? സാറേ, കേട്ട്. കേറ്. സാറേ, എടാ ശിവദാസ,
നീ ഇനി ജയിലിലൊക്കെ പോയി കിടന്ന് റിമാൻഡ് കഴിഞ്ഞ് വീണ്ടും കോടതി കൊണ്ടുവന്ന് നിന്നെ ശിക്ഷിച്ച് നീ പിന്നെ വീണ്ടും ജയിലിൽ കിടന്ന് അതൊക്കെ മെനക്കേടല്ലേടാ നിനക്കും ഞങ്ങൾക്കും. സാറേ അതിനേക്കാളും നല്ലത് നീ അങ്ങ് ചത്തും മണ്ണടിയുന്നില്ലേടാ. സാറേ ഞാൻ പറയുന്നത് നിന്റെ നല്ലതിനു വേണ്ടിയാ. ജയിലിൽ കിടന്ന് നരകിക്കേണ്ട വല്ല കാര്യവും നിനക്കുണ്ടോടാ ശിവദാസ? ഇത്ര കാലമൊക്കെ ജീവിച്ചില്ലേ, അത് തന്നെ ധാരാളം. ഇനി മതി. സാറേ ഡോ, ഞാനൊരു പുതിയ തോർത്ത് വാങ്ങി വെച്ചിട്ടുണ്ട്, അത് നിനക്ക്. ആ, വല്ലാതെ വിയർക്കുവാണല്ലോ ശിവദാസ. പാവം, വല്ലാതെ വിയർക്കുന്നുണ്ട്. അപ്പോ വേണ്ട നമുക്ക് ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കാം. സാറേ വേണ്ട സാറേ വേണ്ട സാറേ സാറേ പിടിച്ച് പൊക്കടാവനെ. അയ്യോ, നിന്റെ നെറ്റി പൊട്ടിയല്ലോ. എന്തിനാ ശിവദാസ നീ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കുന്നേ? നീ ഓടിയാൽ ഏതുവരെ ഓടും? മരിക്കാൻ നീ തയ്യാറാണെങ്കിൽ കൊല്ലാൻ ഞാനും റെഡിയാ. ഏവനാണെന്നും. ഹലോ ഭഗവാൻ, ശിവദാസനെ സേഫായി ജയിലിൽ എത്തിച്ചില്ലെങ്കിൽ നിന്റെ കാര്യം പോക്ക. ഏതോ ഒരു ഭഗവാൻ ഭീഷണിയ, അത് ഞാൻ അവന് തീർത്ത് കൊടുത്തോളാം. ഇനി നമുക്ക് ഇടയ്ക്ക് വെച്ച് കട്ടായി പോയ കാര്യത്തിലേക്ക് കടക്കാം. അയ്യോ എസ് പി ഓഫീസിലാ. ഫോൺ എടുക്ക് സാറേ, ഇല്ലെങ്കിൽ പ്രശ്നമാവും. ഹലോ. എടോ, താൻ എവിടെയാ? താനാ പ്രതിയും കൊണ്ട് എങ്ങോട്ടാ പോയത്? അല്ല സാറേ, സാറ് പറഞ്ഞ പോലെ. ഞാൻ പറഞ്ഞ പോലെ അല്ലടോ കാര്യങ്ങള്. അയാൾക്ക് എന്തെങ്കിലും പറ്റിയ എന്റെയും തന്നെ തൊപ്പി തെറിക്കും. അയാളെ കൊണ്ട് വേഗം ജയിലിൽ പോകാൻ നോക്ക്.